ാനമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെട്ടു കൊടുത്തു കഴിഞ്ഞു. അവര് മുൻകാലത്ത് ചെയ്ത തെറ്റുകളെ അല്ലാഹു പൊറുത്തു കഴിഞ്ഞു. അവര് പിൽക്കാലത്ത് ചെയ്യാൻ പോകുന്ന തെറ്റുകളും പൊറുത്തു കഴിഞ്ഞു. കാരണം അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതത്യാഗം ചെയ്യാൻ തയ്യാറായിട്ട്, തങ്ങളുടെ സമ്പത്തുകൾ സമർപ്പിക്കാൻ തയ്യാറായിട്ട്, തങ്ങളുടെ സർവസ്വവും ഒഴിവാക്കി വിടാൻ തയ്യാറായിട്ട്, പരാഭാരം കണക്ക് കടക്കുന്ന ഒരുപാട് സർവായുധ വിഭൂഷിതരായ ആൾക്കാരുടെ മുന്നിലേക്ക് നിരായുധരായി കടന്നു ചെന്ന ഒരു ചെറു സംഘമുണ്ട്. ആ സംഘത്തെ അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാ. ബദറിലേക്ക് പ്രയാണം ചെയ്ത് ബദറിൽ അടരാടിയ, ബദറിന് വേണ്ടി സഹായം ചെയ്ത, ബദറിലേക്ക് കടന്നു ചെന്ന ഓരോ സഹാബിയെ കുറിച്ചും അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, അവരെ അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. ഉമറേ, അവരെ കുറിച്ച് പറയാൻ നിനക്ക് അനുവാദമില്ല, അവരുടെ ഗളച്ഛേദം നടത്താൻ നിനക്ക് അനുവാദമില്ല, അവരെ ആക്ഷേപിക്കാൻ നമുക്ക് അനുവാദമില്ല ഉമറേ എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ വാൾ ഉറയിലേക്ക് ഇട്ടിട്ട് ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയുകയാ, പൊട്ടിക്കരയുകയാ, പൊരുത്തപ്പെടണം ഹാത്തിബ് എന്ന് പറഞ്ഞിട്ട്. ഇതാ ബദരീങ്ങളുടെ പവർ, ഇതാ അവരാ ബദരീങ്ങള് പിന്നീട് ഇനി എന്ത് ചെയ്താലും അല്ലാഹു തആല അത് പുറത്തു കൊടുക്കും. അത്ര കണ്ട് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ ത്യാഗമാ അവർ ചെയ്തിട്ടുള്ളത്. ആ ബദരീങ്ങൾക്ക് അല്ലാഹു തആല ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് 1400 വർഷം പിന്നിടുമ്പോഴും ലോക മുസ്ലിമീങ്ങൾ അവരോടുള്ള കൃതാർത്ഥത, അതല്ലെങ്കിൽ കൃതജ്ഞത കാണിക്കുന്നത്. എങ്ങനെ? അവരുടെ പേരില് ഫാത്തിഹ ഓതുന്നു, അവരുടെ പേരിൽ യാസീൻ ഓതുന്നു, അവരുടെ മദ്ഹുകൾ ആലപിക്കുന്നു. എന്നിട്ട് അവർക്ക് വേണ്ടി അവരുടെ പാരത്രിക സുഖങ്ങളിൽ സിയാദത്ത് കൂടുതലാകുന്നതിന് വേണ്ടി അവരുടെ പേരിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ലോകമൊട്ടുക്കും ഭക്ഷണ അന്നപാനീയങ്ങള് ഇവിടെ ദാനം ചെയ്യപ്പെടുകയാ. ഇതെന്തിനു വേണ്ടിയാ ഈ സമൂഹം ചെയ്യുന്നത്? അവരോടുള്ള സ്നേഹത്തിന്റെ കാരണത്താൽ, അവരോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ കാരണത്താലാ ഇത് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു വിഭാഗമുണ്ട്, അല്ലാഹു അവർക്ക് ഹിദായത്ത് നൽകുമാറാവട്ടെ. ബദരീങ്ങള് എന്തിനു വേണ്ടിയാ ബദറിൽ യുദ്ധം ചെയ്തത്? എന്തായിരുന്നു ബദരീങ്ങളുടെ ഉദ്ദേശം? എന്തിനു വേണ്ടിയാ അവര് നിലകൊണ്ടത്? എന്തിനു വേണ്ടിയാ അവര് ത്യാഗം ചെയ്തത്? ആ ത്യാഗം ചെയ്ത കാര്യത്തെയും അവിസ്മരിച്ചുകൊണ്ട് ബദരീങ്ങളുടെ പേരിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്തിട്ട് വയറ് നിറയെ ഭക്ഷിച്ചിട്ട് അവർ സഞ്ചരിച്ച പാതയിൽ നിന്ന് വ്യതിരക്തമായ മറ്റൊരു പാതയിലേക്ക് സഞ്ചരിക്കലല്ല ഇസ്ലാം എന്ന് കൊട്ടിഘോഷിച്ചിട്ട് ഒരു വിഭാഗം ഇസ്ലാമിന്റെ വക്താക്കളെ ആക്ഷേപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഉസൂലുണ്ട്, അവർക്കൊരു അടിസ്ഥാനമുണ്ട്. എന്താണ് അവരുടെ അടിസ്ഥാനം എന്നറിയുമോ? വിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാല്, വിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യം എങ്ങാനും കാത്തു സൂക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാല് അവരുടെ പ്രവർത്തനം ഇവിടെ ഒരിക്കലും സാധിക്കില്ല. അത് കാരണത്താൽ തന്നെ അവരെന്താ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗത്തെ ആക്ഷേപിക്കുകയാ, അള്ളാന്റെ ഹബീബിന്റെ സഹാബത്തിനെ സ്നേഹിക്കുന്നവരെ ആക്ഷേപിക്കുകയാ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത വിഭാഗത്തിനെ പുകഴ്ത്തി പറഞ്ഞിട്ട് അവരുടെ പേരിലൊന്ന് സന്തോഷിക്കുന്നതിനെ അവരാക്ഷേപിക്കുകയാ. കാരണം വർഷാവർഷങ്ങളിൽ വരുന്ന വിശുദ്ധമായ റമളാനിന്റെ 17ാമത്തെ രാവിലെ, അതുപോലെ തന്നെ 17ന്റെ പകലിലും ബദരീങ്ങളുടെ നാമങ്ങൾ ഈ ഭൂമി ലോകത്തിങ്ങനെ ഉയരപ്പെടുമ്പോൾ, അത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ, അതിന്റെ മുന്നിലിരിക്കുന്ന, അതിന്റെ ചുറ്റുവട്ടത്തിരിക്കുന്ന സത്യവിശ്വാസികളുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ അടിയുറച്ചിട്ടുള്ള വിശ്വാസത്തിന്റെ ആ തീജ്വാലയുണ്ടല്ലോ, അതിങ്ങനെ കത്തിപ്പടർന്നവരുടെ ശരീരത്തിലേക്ക്, അവരുടെ മനസ്സിലേക്ക്, അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് ആളിപ്പടർന്നിട്ട് അവർ പിശാചിന്റെ മാർഗം വിട്ടിട്ട് വിശുദ്ധമായ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് കടന്നു വരികയും അതിൽ സ്ഥിരപ്പെട്ട് നിൽക്കുകയും ചെയ്യുമെങ്കിൽ, അങ്ങനെ ചെയ്തു പോയാൽ ഇവിടെ നിസ്കാരം ബാത്തിലാക്കാൻ
സാധിക്കില്ല, ഇബാദത്തിന് മുടക്കാൻ സാധിക്കില്ല, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതില്ലായ്മ ചെയ്യാൻ സാധിക്കില്ല. അതിനൊക്കെ തടസ്സം നിൽക്കണമെങ്കിൽ ലോക മുസൽമാന്മാര് ബദരീങ്ങളെ മറക്കണം. അതിനവർക്ക് സാധിക്കണമെങ്കിൽ ലോക മുസൽമാന്മാര് ഉഹദീങ്ങളെ മറക്കണം. അതിനവർക്ക് സാധിക്കണമെങ്കിൽ ലോക മുസൽമാന്മാരുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാന്റെ ഹബീബിനോടുള്ള പ്രണയമില്ലാതാകണം. അതിനവർക്ക് സാധിക്കണമെങ്കിൽ ലോകത്തുള്ള ഉലമാക്കളോടുള്ള ആദരവ് ഇല്ലാതാകണം മുസ്ലിമീങ്ങളുടെ ഹൃദയത്തില്. അതാണ് അവരുടെ ലക്ഷ്യം. ആ സാക്ഷാത്കാരത്തിന് വേണ്ടിയാ അവരിത്തരത്തിലുള്ള കുൽസിത ശ്രമങ്ങൾ നടത്തുന്നത്. വളരെ ഗൗരവത്തോടുകൂടെ നാം ചിന്തിക്കേണ്ടതുണ്ട്. ആരാ ബദരീങ്ങള്? എന്താണ് ആ ബദരീങ്ങളുടെ ബറക്കത്ത്? എന്താ ബദരീങ്ങളുടെ പ്രത്യേകത? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബദറിൽ നാം നിങ്ങളെ സഹായിച്ചു, അന്തും അതില്ല, നിങ്ങൾ വളരെ നിസ്സാരന്മാരാണ്, നിങ്ങൾ വളരെ തുച്ഛമായ ആൾക്കാരാണ്. യുദ്ധത്തിന്റെ യുദ്ധക്കളത്തിൽ നിങ്ങൾ തയ്യാറായി നിൽക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് സർവായുധ വിഭൂഷിതരായ ശത്രു സൈന്യത്തെ കണ്ട് നിങ്ങളൊന്ന് വിരണ്ടു പോയെങ്കിൽ ഒരല്പസമയം കൊണ്ട് നാം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സമാധാനത്തിന്റെ തൂങ്ങിയുറക്കം നാം നിങ്ങളുടെ കണ്ണിലേക്കും ശരീരത്തിലേക്കും ഇട്ടു തന്നിട്ട് ആ ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ എന്താവുകയാ? ഞെട്ടി ഉണർന്നപ്പോ ഒരു നവോന്മേഷം നിങ്ങൾക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് ശത്രുക്കളുടെ നിരയിലേക്ക് പാഞ്ഞെടുക്കുന്ന സമയത്ത് ഹസ്ബിയല്ലാ എന്നുച്ചരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നിട്ട് 10-16 ദിവസത്തെ നോമ്പനുഷ്ഠാനത്തിന് ശേഷം അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രസ്ഥാനത്തെ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ശത്രുക്കളുടെ മുന്നിലേക്ക് ഈയാം പാറ്റകൾ തീയിലേക്ക് അടുക്കുന്നത് പോലെ പറന്നെടുത്തപ്പോ അവരുടെ കയ്യിലുണ്ടായ വാളുകൾക്ക് മൂർച്ചയുണ്ടോ? അവരുടെ കയ്യിൽ കുതിരകളുണ്ടോ? അവരുടെ കയ്യിൽ ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടോ? ഉള്ള ആയുധങ്ങളെ വെച്ച് ശത്രുക്കളുടെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് അവരുടെ കഴുത്തിന് നേരെ വാളി വീശുന്ന സമയത്ത് അള്ളാഹുവിന്റെ സബാനിയാക്കളായ മലായിക്കത്തുകൾ ആ ഓരോ സഹാബിയുടെയും മുന്നിലും പിന്നിലും വലതും ഇടത്തും നിന്നിട്ട് ശത്രുക്കളുടെ കഴുത്തിലേക്ക് ആഞ്ഞു വീശുകയാ, അവരെ വെട്ടി നിരത്തുകയാ. അങ്ങനെ ശത്രുക്കളൊക്കെയും ഭയന്ന് വിറങ്ങലിച്ചു പോവുകയാ. നോക്കുമ്പോ 100-300 വരുന്ന ആൾക്കാരുടെ ചെറുസംഘമാണ്. ഞങ്ങളാണെങ്കിൽ 1000-ലധികം വരുന്ന സർവായുധ വിഭൂഷിതരാണ്. ഇതാ കടന്നു വരുന്നു. അവര് കടന്നുവരുടെ മുൻഭാഗത്ത് കുറെ ആൾക്കാരെ കാണുകയാ, ഇടതുവശത്ത് ഒരുപാട് പേരെ കാണുകയാ, വലതുവശത്ത് ഒരുപാട് പേരെ കാണുകയാ. മലായിക്കത്തിന്റെ പിന്തിരിഞ്ഞോടുകയാ, ഭയന്നോടുകയാ, വിരളി പൂണ്ടിട്ട് അവരുടെ വസ്തുക്കളൊക്കെയും ഒഴിവാക്കി വിട്ടോടുകയാ. കുതിരകളെ ഒഴിവാക്കിയിട്ട്, ഒട്ടകങ്ങളെ ഒഴിവാക്കിയിട്ട്, ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിഞ്ഞിട്ട്, കയ്യിലുള്ള ആയുധങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് പ്രാണനും കൊണ്ടോടിയ ശത്രുക്കളുടെ പിന്നാലെ ഓടുകയാ. ബിലാലിബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ളവര് ആ മണലാരണ്യത്തിൽ, ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ നട്ടുച്ച വെയിലത്ത് തന്നെ മലർത്തിക്കിട തന്റെ നെഞ്ചത്ത് പാറക്കല്ല് കയറ്റി വെച്ചിട്ട് അഹദ് അഹദ് എന്ന് വിളിച്ചു പറയുമ്പോ പറയടാ, ഞാനിതാ പുറത്തു പോകുന്നു, ഞാനിതാ ഒഴിവാക്കുന്നു ഇസ്ലാമിനെ എന്ന് പറയടാ എന്ന് പറഞ്ഞിട്ട് ചാട്ടവാറുകൊണ്ട് കിങ്കരന്മാരെ കൊണ്ട് അടിപ്പിച്ച ഉമയ്യത്ത് ഓടിപ്പോകുമ്പോ പിന്നാലെ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവും കൂട്ടരും ഓടുകയാ. അങ്ങനെ ഉമയ്യത്തിനെ വെട്ടിവീഴ്ത്തുകയാ, കയറുകെട്ടി വലിച്ചു കൊണ്ടുവരികയാ. അങ്ങനെ അള്ളാന്റെ ഹബീബ് പ്രഖ്യാപിച്ച അബൂജഹൽ വിട വീഴും, ഉത്ബത്ത് ഇവിടെ വീഴും, ശൈബത്ത് ഇവിടെ വീഴും. അങ്ങനെ ഖുറൈശികളുടെ പേരെടുത്ത് പറഞ്ഞ് ഗൈബ് പ്രഖ്യാപിച്ചു. തലേന്ന് രാത്രിയില് അതേ സ്ഥലങ്ങളിൽ ശത്രുക്കളൊക്കെയും വീഴുകയാണ്, മരണപ്പെട്ട് വീഴുകയാ. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ തുച്ഛം വരുന്ന സഹാബത്ത് വിജയം വരിക്കുകയാ. ഇത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാ. അല്ലാഹു ബദർ മൗലൂദ് കഴിച്ചതാപ്പ കണ്ടതേ. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. അല്ലാഹു ബദർ മൗലൂദ്, ഖുർആൻ ബദർ മൗലൂദാ. ഈ ബദർ മൗലൂദ് നമ്മൾ പാരായണം ചെയ്യാ എല്ലാ റമളാനില് 17ാമത്തെ രാവിലെ ഈ ഖുർആനിലുള്ള മൗലൂദും ചൊല്ലും. അതേപോലെ തന്നെ അതിന്റെ ചരിത്രങ്ങൾ എഴുതി വെച്ചത് നമ്മൾ വായിക്കും. അത് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യും. ബദറില് പറപ്പിച്ചത് വിശുദ്ധ ഇസ്ലാം
ഇസ്ലാമിന്റെ പ്രഥമ വിജയം, ഏറ്റവും വലിയ വിജയം അതാണ്. ആ ബദരീങ്ങളെ അനുസ്മരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരെയാ നമ്മൾ അനുസ്മരിക്കുക സുഹൃത്തുക്കളെ? ആരെയാ നമ്മൾ അനുസ്മരിക്കുക? അപ്പൊ അവരെ എതിർക്കുന്നവര് ബദരീങ്ങളുടെ ശത്രുക്കളാണ്. ഏറ്റവും വലിയ ബദരി ആരാ? ബദറിലെ 1-ാം നമ്പർ ബദരീങ്ങളിൽപ്പെട്ട ഒരാൾ ആര്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. നാളെ ഖിയാമത്ത് നാളില് അള്ളാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ ഇങ്ങനെ നിരനിരയായി നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലായിക